ഹലോ എവരിവൺ, ഐ എഫ് ജനുവരി മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് ഒരു വീട്ടിലെ എല്ലാവരും അറിയേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ എല്ലാ വീടുകളിലും ഉപയോഗിച്ചു വരുന്ന ഒരു പച്ചക്കറിയാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞത്. ഈ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം ഇപ്പോഴും സുരക്ഷിതമാണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ ചിന്താ വിഷയം അത് തന്നെയാണ്. അതാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുമായിട്ട് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് സംസാരിച്ചിരുന്നത്. ഒന്നാമതായിട്ട് ഈ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറയാം. ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോഴത്തേക്കും കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ശരീരത്തിന് ധാരാളമായിട്ട് ഊർജ്ജം നൽകുന്നുണ്ട്. അത് ഗർഭിണികൾക്ക് കഴിക്കാം. പിന്നെ നമുക്ക് ചെറിയ കുട്ടികൾക്കാണെങ്കിലും അത് 6 മാസം കഴിഞ്ഞ കുട്ടികൾക്കായാലും വേവിച്ച് കൊടുക്കുന്നതിന് നല്ലതാണ്. എനർജി കാർബോഹൈഡ്രേറ്റ് ആണല്ലോ, ഗർഭിണികൾക്കും അതിൻ്റെ ആവശ്യം വരും. അതുകൊണ്ട് ഗർഭിണികൾക്ക് കഴിക്കാം. വേവിച്ച ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്തോളും. പിന്നെ അതിൽ വിറ്റാമിൻ സി ഉണ്ട്, വിറ്റാമിൻ B6 ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ഇപ്പോൾ പ്രതിരോധ ശേഷിക്കും നാഡീ വ്യവസ്ഥയ്ക്കും ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മളിപ്പം ഗർഭിണിയായിരിക്കുമ്പോൾ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ല എന്നുള്ളതല്ല, കഴിക്കുന്നതിന് എപ്പോഴും ഒരു മിതത്വം പാലിക്കണം. എന്ത് സാധനം ആയാലും ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഗർഭിണികൾ കഴിക്കുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലത് തന്നെയാണ്, പക്ഷേ അത് മിതമായ അളവിൽ കഴിച്ചാൽ അമ്മയ്ക്കും കുഞ്ഞിനും അതിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടും. ബെനിഫിഷ്യൽ തന്നെയാണ്. പക്ഷേ ഈ പക്ഷി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ വലിയ പക്ഷിയുണ്ട്. ഈ പച്ച നിറമുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ പച്ച നിറമുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് അത്ര സേഫ് അല്ല. പിന്നെ പലരും ഉരുളക്കിഴങ്ങ് മേടിച്ചുകൊണ്ടൊന്ന് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മുള വന്നിട്ടുള്ളത് കാണാൻ കഴിയും. അപ്പോൾ ഈ പച്ച നിറമുള്ള ഉരുളക്കിഴങ്ങും മുള വന്ന ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് അത്ര സേഫ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പച്ച നിറത്തിലായി കഴിയുമ്പോഴത്തേക്കും അതിൽ സൊളാൻ എന്ന് പറയുന്ന ഒരു വിഷവസ്തു അടങ്ങിയിട്ടുണ്ട്. ഈ വിഷവസ്തു ഈ വരുന്നതിൻ്റെ അടയാളമാണ് ഈ പച്ച നിറം കാണുന്നത്. അതുപോലെ ഉരുളക്കിഴങ്ങിലും മുള വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് സംഭവം. ഇപ്പം മുളച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലാണെങ്കിൽ ഈ വിഷവസ്തു കൂടുതലായിരിക്കും. ഇത് കഴിക്കുകയാണെങ്കിൽ വയറുവേദന ഉണ്ടാകും, ഛർദി, തലവേദന, ശരീരാസ്വസ്ഥം, ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും കാരണമാകും. പ്രത്യേകിച്ചും ഗർഭിണികൾ കഴിക്കുമ്പോൾ അവർക്ക് ചെറിയ പ്രശ്നം മതി അത് ദോഷകരമായിട്ട് ബാധിക്കും. പിന്നെ അതുകൊണ്ട് ഗർഭകാലത്ത് ഇത് അമ്മയും കുഞ്ഞിനെയും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പലരും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുമ്പോഴത്തേക്കും പച്ച നിറം കാണുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ മുള വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല ക്ലീൻ ആവും, ഇതിലെ വിഷവസ്തുവൊക്കെ മാറിക്കോളും എന്ന് ചിന്തിക്കും. പക്ഷെ തെറ്റാണ്. വേവിച്ച് കഴിഞ്ഞാലും ഈ വിഷവസ്തു അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ എന്താ ചെയ്യാൻ, ഗർഭിണികൾക്ക് എന്താ ചെയ്യുക? നമുക്ക് ചെറിയൊരു പോർഷൻ കളഞ്ഞിട്ട് കഴിക്കുന്നതാണോ, റിസ്ക് എടുക്കാതെ ആ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് കളയുന്നതാണ് നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗർഭിണികൾ കഴിക്കുമ്പോഴത്തേക്ക് ഗർഭിണികൾ എന്നല്ല എല്ലാവരും അതുപോലെ തന്നെ കഴിക്കുക. എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. പിന്നെ ചിലർക്ക് ഇത് അലർജി കാരണമാകും. അപ്പോൾ അതുകൊണ്ട് മുള വന്നതും പച്ച നിറത്തിലുമുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അത് ഇരുണ്ട സ്ഥലത്ത് സൂക്ഷിക്കുക, വെളിച്ചമുള്ള സ്ഥലത്തും സൂക്ഷിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കും മുള വരാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഉരുളക്കിഴങ്ങ് സേഫാണ്, വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ഉരുളക്കിഴങ്ങാണ്. അമ്മയ്ക്ക് ഉപയോഗിക്കാം, കുഞ്ഞിനും ഉപയോഗിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷേ അത് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് വലിയൊരു അപകടം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ നെഗറ്റീവ് പ്രതികൂലമായിട്ട് ബാധിക്കാം. നമ്മുടെ എന്താ പറയുക, മിസ്കാരേജ് ചിലപ്പോൾ വരാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, പ്രത്യേകിച്ചും പ്രഗ്നൻസിയിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.